വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതി കെ വിദ്യയ്ക്ക് PhD പ്രവേശനം ലഭിച്ചതിൽ കാലടി സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം ഇന്ന് തുടങ്ങും. സർവകലാശാല സിൻഡിക്കേറ്റ് ലീഗൽ ഉപസമിതിയാണ് സംവരണ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണോ വിദ്യയ്ക്ക് പ്രവേശനം നൽകിയതെന്ന് പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രവേശന രേഖകളും സമിതി പരിശോധിക്കും. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വതി, കെ വിദ്യയ്ക്ക് PhD പ്രവേശനം ലഭിച്ചതിൽ കാലടി സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആൻസില, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണമായിരിക്കും നടത്തുക. പക്ഷേ ഈ വിഷയത്തിൽ CPM-മായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ ഉപസമിതിയിൽ ഉള്ളത് എന്നും ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ഈ ഉപസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കാലടി സർവകലാശാലയെ മൊത്തത്തിൽ വലിയ നാണക്കേടിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം 10 പേർക്കായിരുന്നു PhD പ്രവേശനം നൽകിയിരുന്നത്. വീണ്ടും 5 പേർക്ക് കൂടി നൽകുകയായിരുന്നു. ഈ 5 പേർക്ക് നൽകിയതിൽ സംവരണം അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് വിദ്യക്കെതിരായ പ്രധാനപ്പെട്ട ആരോപണം. വിദ്യക്കും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും എതിരെ, അതായത് ഈ സ്ക്രൂട്ടനിങ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്കും എതിരെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. ഈ വിഷയത്തിൽ അത്തരത്തിലൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഈ ഉപസമിതി പരിശോധിക്കുക. ഈ വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിരുന്ന ഒരു വാദം PhD പ്രവേശനത്തിന് സംവരണം ബാധകമല്ല എന്നായിരുന്നു. എന്നാൽ 2016-ൽ കാലടി സർവകലാശാല തന്നെ പുറത്തിറക്കിയ സർക്കുലറിൽ ഈ PhD പ്രവേശനത്തിന് അതായത് സംവരണം ബാധകമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യയുടെ PhD പ്രവേശനം ഇപ്പോൾ വലിയ ചോദ്യമായി ഉയരുന്നത്. ഈ വിഷയങ്ങൾ എന്തായാലും വലിയ രീതിയിൽ ഇന്ന് അന്വേഷിക്കും. ആ അന്വേഷണ സമിതിയുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് ഒരുപക്ഷെ പോലീസ് അന്വേഷണത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിലായിരിക്കും ഈ വിഷയങ്ങൾ ഇന്നുണ്ടാവുക. എന്തായാലും ഇന്ന് ഈ അന്വേഷണം ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രാഥമികമായി വിദ്യ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെയായിരിക്കും പരിശോധിക്കുക. ആൻസില. അശ്വതി, അതോടൊപ്പം തന്നെ വിദ്യ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ആ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാമ്യാപേക്ഷ എപ്പോഴാണ് ഹൈക്കോടതി പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടോ? ആൻസില, ഈ ജാമ്യാപേക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിദ്യ സമർപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ. പക്ഷെ ഇന്ന് പരിഗണിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് വിദ്യയുടെ ജാമ്യാപേക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. എന്തായാലും വിദ്യ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ അന്വേഷണവുമായി സഹകരിക്കാം, അതുപോലെ തന്നെ കോടതി വ്യവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് വിദ്യ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഒന്നും തന്നെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് വിദ്യ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തന്നെ വിദ്യയുടെ ജാമ്യാപേക്ഷ ഏതായാലും ഇന്ന് പരിഗണിക്കുന്നതിന് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ വിദ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. എന്തായാലും വെള്ളിയാഴ്ചയാണ് വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിലൊരു തീരുമാനം വരുന്നത് വരെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പോലീസ് അന്വേഷണം ഇഴയുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിദ്യയെ കണ്ടെത്താനോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ വിദ്യയുടെ മൊഴി രേഖപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ ആക്ഷേപം. ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നും പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ട്. അത്തരത്തിൽ 7 ദിവസമായിട്ടും വിദ്യയെ കണ്ടെത്താനായിട്ട് പോലീസിന്റെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സൈബർ പോലീസിന്റെ അടക്കമുള്ള സഹായങ്ങൾ തേടിയിട്ടും വിദ്യയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ജാമ്യാപേക്ഷയുടെ കൂടി പിൻബലത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ജാമ്യാപേക്ഷ നൽകുന്നതോടെ ഇതിൽ പുതിയൊരു വഴിത്തിരിവായിരിക്കും. ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ വിദ്യയെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത്തരത്തിൽ മറ്റ് വിധത്തിൽ, അതായത് വിദ്യ ഈ അന്വേഷണത്തോട് സഹകരിക്കും. അപ്പോൾ കൂടുതൽ ഈ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് CPM-നും SFI-ക്കും ഒക്കെ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയമായും അത് ഉപയോഗിക്കാവുന്നതാണ്. വിദ്യയെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും
വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായും വലിയ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അൻസില.